ഓം ഇത് ഗ്യാസല്ല. ഓം കോടാമഞ്ഞിൻ താഴ്വാരയിൽ കാക്കടമ്പ് പൂക്കുമ്പോ. ഇത് പുള്ളി പൊരിച്ച പുള്ളിയാണല്ലോ. കേറുവോന്ന് സംശയമാണ്. എങ്ങനെയാലും കേറ്റാൻ നോക്ക് ഈ നാശത്തിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാളിന്റെ വലിപ്പം ഒന്ന് പറയാവോ? വലിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സ്വാമി ഒരു 6 അടി പൊക്കമുണ്ട്, അതുപോലുള്ള ശരീരവും. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുവോന്നറിയാനാ. അതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ചെമ്പ് എടുക്കേണ്ടി വരും. അത് ഞാൻ ഇവിടുന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഞാൻ ചെയ്യണം. എന്തോ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് എങ്ങനെയാലും കലത്തിലാക്കണം. ഇതിനകത്ത് കൊള്ളിക്കാനോ? ഇതിനകത്ത് കൊള്ളിച്ചാല് മതി. ഇതിന്റെ അകത്ത് കൊള്ളുന്നതിന്റെ അത്രയും കൊണ്ടാ മതി. അത് ഞാനാ പറഞ്ഞത്. അപ്പൊ പൂ എന്തിയാ കൈ തന്നത്? പൂ വേണ്ട. തീർന്നു. അത് കൈ പിടിച്ചോ, കൈ പിടിക്കേ. കൈ പിടിച്ച് മന്ത്രം ചൊല്ലാം കേട്ടോ. सबरों की जिंदगी जो कभी न की कदम को जाती है, सबरों की जिंदगी जो कभी न की कदम को जाती है. മോഹൻ തോമസും ചുച്ചിസ്വാമി 4 നേരം വിസ്ഥാനം വെട്ടി വിലക്ക് കറങ്ങി നടക്കാതെ ഈ കലത്തി വന്ന് കയറാനാ പറഞ്ഞത്. കൊടിയൽച്ച കലത്തി കയറാനാ പറഞ്ഞത്. കേറിങ്ങേ ജീവിച്ചിരുന്ന സമയത്ത് നല്ല കയറിങ് ആയിരുന്നു. അങ്ങനെയാണോ പറഞ്ഞേ? ഈ കലത്തിലോട് വന്ന് ഇങ്ങോട്ട് കയറാനാ പറഞ്ഞത്. കയറാനാണോ പറഞ്ഞത്? ഞാൻ നോക്കട്ടെ. ഞാൻ എന്തുവാ പറഞ്ഞേ? എനിക്കറിയാമല്ലോ ഇവൻ വരുമെന്ന്. എനിക്കറിയാൻ വരുന്നു ഇവനെ. ഞാൻ എന്തുവാടി എന്തുവാ ഇപ്പൊ 3/4 ഭാഗത്തോളം ആയിടി പൂജയൊക്കെ. എന്നാലും ആളിങ്ങോട്ട് വരുന്നില്ല. പൊടിയൻസ് ഈ കലത്തിൽ എങ്ങനെയാലും ഞാൻ തള്ളി കയറ്റും അവനെ. അത് ഈ ഭാനുമതിയാ പറഞ്ഞത്. അത് നീ നോക്കിക്കോ. അത് തുടങ്ങാൻ സ്വാമി. ഞാൻ ഒന്നോടൊന്നും ചൊല്ലാം. ഞാൻ വന്നേലായിട്ട് മോഹൻ തോമസിന്റെ ഉച്ചിട്ടാമതിയോ 4 നേരം വെട്ടാനും വെട്ടി കഴിഞ്ഞ് ആസരത്തിൽ വാലും ചുരുട്ടി വഴിയിലെ കറങ്ങി നടക്കാൻ വന്ന് കലത്തിൽ കയറാനാ പറഞ്ഞു. ഞാൻ ചോദിക്കേ, കിഴക്കെവിടാ? കിഴക്ക് എവിടെ? കിഴക്കെവിടാന്ന്? കിഴക്ക് കൊണ്ട്. ഇത് പിന്നെന്തുവാ? ഇത് ഈ കൈ പൊങ്ങുമ്പോ എന്റെ ഈ കൈ ബാലൻസ് ആണ്. ഇവിടെ നിങ്ങളെ കലത്തി കയറ്റാനുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ എന്താ ചെയ്യുക വേറെ? സ്വാമി നിങ്ങളോടല്ല, ഇവിടെ വേറെ ഒരാൾ വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിയോടാ പറഞ്ഞത്. ഇത് കള്ളസ്വാമിയാ. എന്റെ 3 മാസത്തെ പെൻഷനായി ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അറിയാമോ? ഇപ്പൊ വേണ്ട ഒരു ബലിക്കൊക്കെ കിടന്നോണ്ട് വട്ടം കറങ്ങുക. അതെന്താ? എന്റെ പെൻഷൻ മുടക്കാൻ. അപ്പൊ എനിക്കൊരു കൂട്ടാകത്തില്ലയോ? അതിനിച്ചിരി പുളിക്ക്. ഈ സ്വാമിയെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ഞാൻ സ്വാമിയെ പറഞ്ഞു വിടത്തില്ല. നിങ്ങൾ എങ്ങനെയാലും പെട്ടെന്ന് കലത്തിൽ കയറും. ഞാൻ കയറത്തില്ല. അതെന്താ നിങ്ങൾക്കൊരു നിർബന്ധം? ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. അമ്മച്ചി, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുവാ സംസാരിക്കാൻ? സ്വാമിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുഞ്ഞാളി കലത്തിൽ കയറിയിരിക്കാൻ പറ. കണ്ടോ, സ്വാമി വരെ പറഞ്ഞു കലത്തിൽ കയറാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കരിച്ചു കളഞ്ഞതല്ലയോ? അന്നേരം ഈ കൂടെ ഈ വടിയും കരിഞ്ഞു പോയതല്ലയോ? പിന്നെ എന്തിനു ഈ കോപം കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുവാന്ന്? ഈ കഥക്കകത്തൊരു ലോജിക്ക് വേണ്ടേ? കുത്തി നടക്കണ്ടേ? കുത്തി നിങ്ങൾ ആവുന്ന കാലത്ത് നടന്നേം ചെയ്യാം. ഞാൻ ഈ പൂജ ഇപ്പൊ ഇവിടെ വെച്ചത് അറിയാമോ? പെട്ടെന്ന് കലത്തിൽ കയറ. ഞാൻ കയറത്തില്ലെന്ന്. നിങ്ങൾ എന്തിനു കിടന്ന് വാശി പിടിക്കുവാ എന്റെ പൊടിയും കൊച്ചാടാ? നിങ്ങൾ ക്ഷീണിച്ചൊരു പരുവായില്ലയോ? ഒന്നും കഴിക്കാൻ കിട്ടത്തില്ലേ അവിടെ? ഉഷയുടെ പൊടിക്കൊച്ചിന് അംഗൻവാടിന്ന് കേട്ട അമൃതം പൊടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഒരു കുറുക്കുണ്ടാക്കി അങ്ങ് തന്നാലോ? അങ്ങനെ അത് കഴിച്ചിട്ട് തുടങ്ങാം. അത് കയ്യിരിക്കുള്ളൂ. അത് കഴിച്ചിട്ട് തുടങ്ങാൻ. കേറെങ്ങനെയും കലത്തിൽ. ഞാൻ കേറത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കേറത്തില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മുടെ അവിടെ പേര് ഞാനങ്ങ് മറന്നുപോയി. എന്തോ ചെയ്യാനാന്ന് പറയാ ചില സമയത്ത്. ഗിരിജയുടെ വീട്ടിൽ ആ തള്ളയുടെ വീട്ടിൽ ഒന്ന് കയറിയത് നിങ്ങളല്ലയോ? അയ്യോ ഞാനല്ലെന്നത്. അല്ലാതെ ആരാല്ല? ഞാൻ ഇവിടെ ഈ ദേശത്തുള്ള ഒരു പെണ്ണുങ്ങളുടെ ദേഹത്തും എന്റെ ആത്മാവൊന്നും കയറിയിട്ടില്ല. എന്റെ ദൈവമേ, ഒരാഴ്ച നിങ്ങൾ എവിടെ പോയി? ഞാൻ വിളിച്ചപ്പം വിളിപ്പുറത്തെത്തി അവിടെ പോയിരിക്കും സ്വാമി. ഞാൻ ഈ ഭാഗത്ത് ഒരു പെണ്ണിന്റെ ദേഹത്ത് എന്റെ ആത്മാവ് കയറിയിട്ടുള്ളൂ. ആരുടെ? അത് ഞാൻ പറയാം. അങ്ങ് പറക്കോടില്ലയോ? പറക്കോട്. പറക്കോട് എന്തുവാന്നാ പറഞ്ഞേ? എൻ സ്വാമി ഇപ്പൊ ആത്മാവ് പറയുന്നത് പറക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്ന് ഈ ആത്മാവ് കയറിയിട്ടുണ്ട്. എന്നിട്ട് ആ വീട് ഏതാ? എന്തുവാ? സോപ്പ് കമ്പനിയുടെ അവിടെ മിനി എന്നും പറഞ്ഞോണ്ട് അംഗൻവാടി ജോലിക്ക് പോകുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ. സോപ്പ് കമ്പനിയുടെ അവിടെ മിനി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അംഗൻവാടി ജോലിയുള്ള. അവിടെ കയറിയത് എന്റെ ഭാര്യയാ. എന്റെ ഭാര്യയുടെ കയറിയാക്കുന്നോ? അത് പിന്നല്ലാതെ ഇവന് ഇപ്പൊ ഞാൻ നോക്കി ഇവന് 2 ഞാൻ കൊടുക്കും. കൊടുക്കരുത്, കലത്തിൽ കയറ്റാൻ. ഇന്ന് ഞാൻ
ആ, അങ്ങനെ അടിക്കാതെ അവിടെ എല്ലാം നിൽക്കുന്നു. നിന്നെ എവിടെ നിൽക്കുന്ന വളവള കാര്യം പറയുന്നത്? സ്വാമി ഇവിടെ നിൽക്കണം എന്റെ പുറകെ. ഞാൻ പറയട്ടെ, ഒരു മാസമായി മിനി എന്നോട് മിണ്ടുന്നുമില്ല, എനിക്ക് ആഹാരവും തരുന്നില്ല, ഒരു മുറിക്കകത്ത് അടച്ച് അനുസരിക്കുക. എന്റെ ദൈവമേ, ആളല്ലോ നമ്മളറിഞ്ഞോ? അതാ അങ്ങനെ പെട്ടെന്ന് വിനെ കലയിൽ പിടിച്ച് കയറ്റാം. ആഹാ ആഹാ, അതെനിക്കറിയണമല്ലോ. എന്തോ കാണിക്കാൻ പോവാ? നല്ലൊരു മന്ത്രവാദിയെ കാണാൻ പോവാ. നിങ്ങൾ മന്ത്രവാദിയല്ലയോ? ആഹാ, അവനോന് വരണം, എന്നാലേ അറിയത്തുള്ള എന്റെ ദീനം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പോയി അവ ആദ്യം മാറ്റട്ടെ. സ്വാമി പോകരുത്. എന്റെ ഭാനുമതി അവൻ പോട്ടെ. ആഹാ, എന്നാ നല്ലൊരു മന്ത്രവാദിയെ ഞാൻ കൊണ്ടു നിങ്ങളെ ഈ കുടത്തിൽ കയറ്റും. ഭാനുമതി പാലുമതി നല്ല മോരുമതി.